ഒരുപാട് ബുദ്ധിമുട്ടുകളും കൊള്ളാം. നല്ല ബിസിനസ് ക്ലാസ്സുകാരോട് കൂടി വരാൻ പറഞ്ഞു ഞങ്ങളുടെ എക്കണോമിയെ. ഗുഡ് മോർണിംഗ്. അപ്പൊ അങ്ങനെ ഇന്നാണ് നമ്മള് യു പിയിലേക്ക് പോകുന്ന ദിവസം. സമയം 4 മണിയായിട്ട്. അപ്പൊ നമുക്ക് പോകാനുള്ള വണ്ടിയൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. സെലിനമ്മ പ്രാർത്ഥിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈശോയെ, എൻ്റെ മക്കളെ അവിടുത്തെ എല്ലാ അനുഗ്രഹങ്ങളും കൊണ്ട് ധന്യരാക്കി എത്രയും വേഗം അവർ വിചാരിച്ച സ്ഥലത്ത് പോയി വിചാരിച്ച കാര്യങ്ങൾ നടത്തുവാൻ നിൻ്റെ കൂടി അനുഗ്രഹം അവർക്ക് നൽകി സുരക്ഷിതരായി എൻ്റെ മക്കളെ അവിടെ എത്തിച്ചേക്കണേ. ഈശോയെ കാത്തുകൊള്ളേനെ, രക്ഷിച്ചു. അനുഗ്രഹിക്കണേ. പ്രാർത്ഥിക്കുന്നതിൻ്റെ സുരക്ഷിതരായിട്ട് ഒരു വക ബുദ്ധിമുട്ടുകളും ഒരു ക്ലേശങ്ങളും ഒരു വിഷമങ്ങളും വരുത്താതെ സന്തോഷത്തോടെ വിചാരിച്ച സ്ഥലത്ത് എത്തുന്നതിന് ഒരു തടസ്സവും വീഴ്ചയും വരുത്തരുത്. അനുഗ്രഹിക്കണേ. ഈശോയെ കൂടെ പോകണമേ. അമ്മേ, മാതാവേ, എപ്പോഴും നിങ്ങളുടെ സംരക്ഷണം എൻ്റെ മക്കൾക്കുണ്ടാവണേ. എപ്പോഴും അമ്മയെ കാത്തുകൊള്ളണമേ. ഓക്കെ, എന്തിനൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. ഹാപ്പി ജേണിയാ. അപ്പൊ ബൈ ബൈ. എന്നോട് ഹാപ്പി ജേണി പറ. ഹാപ്പി ജേണി. ഗുളിയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങളുടെ വണ്ടി ഇതേ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നീ കയറ്റി വയ്ക്കോ? വെളുപ്പിനും അല്ലെങ്കിൽ പകലിനോ യാത്രയിനൊന്നുമില്ല. എപ്പോൾ വിളിച്ചാലും നിങ്ങൾക്ക് മുന്നിൽ ഓടിയെത്തും ലിൻഡോ അമ്മഴക്കാട്. കൊള്ളില്ലേ ഇത് വെയില്. ഉള്ളില് വേണേ വെച്ചോ. ഞാൻ ഉള്ളില് വെച്ചാ മതിയായിരുന്നു. ഓക്കെ, അപ്പൊ പോട്ടെ. അപ്പൊ ടാറ്റ. വിളിച്ചോളൂ. അപ്പൊ നമ്മുടെ യാത്ര തുടങ്ങാൻ പോവാണ്. അപ്പൊ നേരെ ഇനി എയർപോർട്ടിലേക്ക്. ഇത്ര ലേറ്റ് ഒക്കെ മതി അല്ലേ? നമ്മളെ കാണാനൊക്കെ പറ്റണ്ടോ? വാ, എല്ലാം എടുത്തില്ലേ? അപ്പൊ ഞങ്ങളങ്ങനെ വന്ന് അന്നമനയുടെ എത്താറായിട്ടുണ്ട്. അളിയനുണ്ട്, കുഞ്ഞളിയൻ. എന്നിട്ട് അടിച്ചത് അപ്പൊ അങ്ങനെ ഉത്തർപ്രദേശിലേക്കുള്ള ഞങ്ങളുടെ യാത്ര തുടങ്ങിയ കണ്ടോ. നമ്മളിപ്പോ പാലശ്ശേരി എത്തി. ഉസാർക്ക് കട്ടണിൽ ചായയും പറഞ്ഞ് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ആണോ? ലിൻഡോനെ ഏൽപ്പിക്കാം. ചേട്ടാ ചായ കുടിക്കുന്ന ഇടയിൽ ഒരു ഫോട്ടോ എടുത്തു തരാം. അന്ന് തിരിയാണ്ടിരിക്കണം, മോൻ കാണിക്കാൻ നിൽക്കും. ഒരു ഫോട്ടോ എടുത്തു തരാം.
അപ്പോൾ അങ്ങനെ നമ്മളിത് വീണ്ടും യാത്ര തുടങ്ങാൻ പോവാം. നമ്മുടെ പെട്ടീൻ്റെ പിന്നിൽ ഉണ്ടല്ലോ അല്ലേ, ചുവന്ന പെട്ടിയും ചുവന്ന വണ്ടി ഫുള്ള് ശോഭ. അതിൻ്റെ ഇടയിൽ ഒരു പച്ച ആൻറ്റിനി. ആ ഫ്രണ്ടിലുണ്ടില്ലേ പച്ച ആൻറ്റിന. നല്ല രസമുണ്ടല്ലോ കാണാനായിട്ട്, കുറെ മിഠായികളും. ചീത്തയാവേ മിഠായിയാ? അത് ഈ ഫ്രണ്ടിൽ മാത്രം ഉണ്ടാവുമായിരിക്കുള്ളൂ ചിലപ്പോ. വീട് ആകാശം ക്ലിയർ അല്ലല്ലോ, പ്ലെയിന് കാണില്ല വരാനായിട്ട്. പ്ലെയിൻ ഇങ്ങോട്ട് എത്താനായിട്ട് ആകാശം ക്ലിയർ ആയിട്ട് കാണുന്നില്ല. കുഴപ്പമുണ്ടാവില്ലല്ലേ? ശരിക്കും പറഞ്ഞാൽ ഹർത്താൽ പോലെ ഉണ്ടോ, ഒരു വണ്ടി പോലും കാണില്ല റോഡിൽ. എനിക്കോണേ നമ്മുടെ എയർപോർട്ടുകളൊക്കെ പല സ്ഥലത്തും ക്ലോസ് ചെയ്തേക്കണ കാരണം ആരും മഞ്ഞില്ല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഈ റോഡിന്റെ രണ്ട് സൈഡിലൊക്കെ വണ്ടികൾ നിരന്ന് കിടക്കാറുള്ളതാണ്. ഇവിടെയല്ല, ഇത് പാലമാണ്. പാലത്തിന്റെ മുന്നിലും പാലം കഴിയുമ്പോഴൊക്കെ കുറേ വണ്ടികൾ കിടക്കാറുണ്ട്. പക്ഷെ ഇന്ന് ഒട്ടും തിരക്കില്ല, ഫ്രീ ആയിട്ട് കിടക്കണം. അങ്ങനെ വേൾഡ് ഫസ്റ്റ് എയർപോർട്ട് ഫുള്ളി പവേഡ് ബൈ സോളാർ എനർജിയിലേക്ക് ഞങ്ങൾ അങ്ങനെ പോവാണ്. എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ കൊണ്ടാക്കാൻ വരാറുള്ള സ്ഥലത്തേക്ക് ഞാനും വീടും കൂടി അങ്ങനെ ദേ വന്ന് കയറിയിരിക്കുന്നു. കാലിയായി കിടക്കുന്ന എയർപോർട്ട്. ഞങ്ങൾ പോണെന്ന് പറഞ്ഞ എയർപോർട്ട് മൊത്തം കാലിയാക്കിയേക്കാണ്. യെസ്. നമ്മള് നമ്മുടെ ടെർമിനൽ 1 എത്തിയിരിക്കുന്നു. താങ്ക് യു. അങ്ങനെ ലിൻഡോ പോവാണ്. അപ്പൊ നമുക്ക് പോയാലോ? കേട്ടാ സണ്ണി ട്യൂബ് എവിടെ മിടു അടിയില്ല. കാർബോർഡ് ബോക്സ് സണ്ണി ട്യൂബ് ശരിക്കുള്ള പെട്ടി നിന്റെ. അപ്പൊ ഞങ്ങള് എയർപോർട്ടിന്റെ ഉള്ളിൽ കടന്നിരിക്കുന്നു. നമ്മുടെ ഫോട്ടോ എടുത്താൽ ആരില്ല കേട്ടോ. ശരിക്കും ഇവിടെ നിന്നൊരു ഫോട്ടോ, നമ്മുടെ ആരെങ്കിലും ഇവിടെ ഒരു ഫോട്ടോ എടുത്തിരുന്നു വെച്ചാലോ. എന്തിനിരിക്കണം, ഇനി ഇരിക്കാൻ പോവാണല്ലോ മണിക്കൂറുകളോളം. 1.5 മണിക്കൂറാണെങ്കിൽ ഇരിക്കണ്ടേ? പക്ഷെ ഉറക്കൊന്നും വന്നില്ല കേട്ടാ. ഞാൻ എയർപോർട്ടിന്റെ ഉള്ളിൽ കയറണേ, എല്ലാവരും കൊണ്ടുവിടാൻ വരുന്നുണ്ടെങ്കിലും നമ്മൾ ഉള്ളിലേക്ക് കയറണില്ലല്ലോ. നമുക്ക് കൂടി ഇരിക്കാൻ വിടും. ഇവിടെ ആരുമില്ല, സ്വസ്ഥം സമാധാനം. ഇൻഡിഗോന്റെ അവിടെയാണ്, അറ്റത്താ. ആ സൈഡിലേക്ക് പോയിരിക്കാം അല്ലേ? അവിടെ പോണെങ്കിൽ പോ. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. എന്തായാലും എൻ്റെ വെയിറ്റ് നോക്കാൻ വിഷയത്തിൽ ബാഗ് എൻ്റെ അടുത്തുണ്ട് കേട്ടോ.
അപ്പൊ ഞങ്ങളുടെ ബോർഡിംഗ് പാസും പിന്നെ ബോർഡിംഗ് പാസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. കൂടെ വന്നത് മറ്റേ നമ്മുടെ സെക്യൂരിറ്റി ചെക്കിൻ്റെ കാര്യം ഞാൻ നോക്കിയപ്പോഴേ മിഡ് ഒരു ഇലക്ട്രോണിക്സ് കട തുടങ്ങിയേക്കണം അവിടെ. ഒരു ബോക്സ് നിറയെ സാധനം കിട്ടിക്കുന്നത്. ഒരു ബോക്സ് നിറയെ കേബിൾ അയാൾ ഇങ്ങനെ കിട്ടിയ സാധനം ശരിക്കും. എന്തായാലും ഞങ്ങൾ ഇനി കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അല്ല. അപ്പോൾ നമ്മളങ്ങനെ ഗേറ്റ് നമ്പർ 5 നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തറ്റത്ത് പോയിട്ട് റൈറ്റിലേക്ക് ടേൺ ചെയ്ത ഗേറ്റ് നമ്പർ 5 ആണെന്നാണ് എഴുതി വെച്ചാണ്. നമുക്ക് അരമണിക്കൂർ ഇരിക്കാൻ വയ്യ. എനിക്കിഷ്ടം കേട്ടോ എയർപോർട്ടിലൊക്കെ അരമണിക്കൂറല്ല, ഒരു 2-3 മണിക്കൂർ ഇരിക്കണമെങ്കിൽ ഓക്കെയാണ്. മുമ്പ് ഈ ദുബായ് കണക്ഷൻ ഫ്ലൈറ്റ് അതൊക്കെയിലൊക്കെ അങ്ങനെയൊക്കെ വരുന്നത് ദുബായിലൊക്കെ ചിലപ്പോൾ 3-4 മണിക്കൂറൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും ഭയങ്കര സന്തോഷമാണ് എയർപോർട്ടിലൊക്കെ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഗേറ്റ് നമ്പർ 5 അവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഞങ്ങളുടെ വിമാനം വരും. ഞങ്ങൾ കയറി പറന്നു പോകും. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അമ്മയ്ക്ക് ആക്ച്വലി ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നിടത്ത് വിഷമമുണ്ട്. അന്ന് ഞങ്ങൾ മൈൻഡ് ചെയ്യാൻ നിന്നില്ല. അമ്മ അത് പുറത്ത് കാണിക്കാണ്ടിരിക്കാൻ അമ്മയും ട്രൈ ചെയ്ത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻറ്റിൽ നടന്നു. അമ്മയ്ക്ക് ഞങ്ങൾ പോന്നു കഴിഞ്ഞപ്പോൾ അമ്മ കരഞ്ഞിട്ടുണ്ടാവണം, അതൊരു സംശയമില്ല. അതമ്മ മാക്സിമം ചിരിച്ച് അഭിനയിച്ച് അങ്ങനെയൊക്കെ നിന്നോട്ടാ. ഇവിടുത്തെ ലോഞ്ച് ആക്സസ്സുള്ള കാർഡൊന്നുമില്ല. അല്ലെങ്കിൽ ലോഞ്ചിലൊക്കെ പോയി ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യായിരുന്നു. പക്ഷേ എൻ്റെ കാർഡൊന്നും ഇവിടെ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ജെമിനിയോടൊക്കെ ചോദിച്ചു, ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കി. അപ്പോൾ അതൊക്കെ പറയുന്നത് ചാൻസ് കുറവാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയില്ല. അതെ, കുറച്ചാൾ കഴിഞ്ഞേക്ക് നമുക്കതൊക്കെ ശരിയാക്കണം. നമ്മുടെ ഏത് കാർഡും ഇവിടുത്തെ ലോഞ്ചിൽ ആക്സെപ്റ്റ് ചെയ്യണം. അങ്ങനത്തെ കാർഡുകളായിരിക്കണം എല്ലാം. ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും ആദ്യമൊക്കെ ഉണ്ടാവും ഒരുമിച്ച് ഒരു യാത്ര ചെയ്യാൻ വേണ്ടി ഫ്ലൈറ്റിലാണ് അല്ലേ. കഥകളി ഞങ്ങളിവിടെ നിന്ന് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൊള്ളാം, നല്ല ഒറിജിനൽ പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ ഈ സൈഡിൽ ഓരോ ഇങ്ങനെ രൂപങ്ങളൊക്കെ ഉണ്ട്. രസം ഇവിടെ കാണാനായിട്ട്. അതൊരു ശരിക്കും ഒരു ഒറിജിനൽ പോലെ തന്നെ തോന്നുന്നുണ്ട് എല്ലാവരും കാണുന്നത്. കൊള്ളാം, അടിപൊളി. അപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ഇതേ അപ്പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ആ സൈഡിലുണ്ട്, കാണാൻ പറ്റണമെന്ന് അറിയില്ല. നിഴൽ പോലെ ഇവിടെ റിഫ്ലക്ഷൻ കാണുമെന്ന് കാണിക്കാൻ പറ്റണില്ല. എൻ്റെ അപ്പുറത്തുണ്ട് സംഭവം. ഇവിടെ ഫ്ലൈറ്റ് വരുന്നതേ എയർബസ് A321 കേട്ടോ. ഇത് എൻ്റെ ഫ്ലൈറ്റിൻ്റെ നമ്പർ വരുന്നത് 60553 IGO 553 ആണ്. അപ്പം എന്തായാലും പുള്ളിക്കാരൻ ഇവിടെ സൈഡിൽ വന്ന് കിടപ്പുണ്ട്. എനിക്ക് ഈ രാത്രി സമയമായതുകൊണ്ട് എനിക്ക് ഒരു അരമണിക്കൂർ കൂടി കഴിഞ്ഞാൽ കാണാൻ പറ്റുമായിരിക്കും പുറത്ത് വെളിച്ചം വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ കോൾ വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് ഉള്ളിൽ കയറാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചുള്ള ആദ്യത്തെ യാത്ര തുടങ്ങാൻ പോവാണ്. വീഡിയോ കാണാനും മറക്കരുതിട്ടാണ്. ചേട്ടനോട് ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. ബിസിനസ് ക്ലാസ്സുകാരോട് ഓടി വരാൻ പറഞ്ഞു. ഞങ്ങളുടെ എക്കണോമിയെ പക്ഷെ എല്ലാവരും പോയില്ലോ, നമുക്കും പോവാം. അപ്പോൾ ഓക്കെ, അടുത്ത